ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഊബ്ലക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി സാധനങ്ങൾ കോൺഫ്ലവർ, അടുത്ത പെയിൻറ്റ്, അത് പറഞ്ഞ് കുറച്ച് വാട്ടർ. അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ ഫുള്ള് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ വെള്ളം ഇട്ടു. അടുത്ത നമുക്ക് പെയിൻറ്റ് ഇടാം. ഞാൻ എപ്പോഴും ബ്ലൂ കളർ അല്ല യൂസ് ചെയ്യണം. നമുക്ക് യെല്ലോ എടുക്കാം. യെല്ലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പല്ല് പോയി ഇന്ന് കണ്ടോ കേസ് ബബിള്. ഇത്ര മതി. അടച്ചു വയ്ക്കാം. അടുത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള കോൺഫ്ലവർ ഇത് പൊട്ടിക്കാൻ ഭയങ്കര പാടാട്ടോ. പൊട്ടിച്ചു നമ്മൾ പെയിന്റ് ഇട്ടുകൊണ്ട് നമുക്ക് കോൺഫ്ലവർ ഇടാം. എത്ര ഇടുന്നോളൂ. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഭയങ്കര നല്ലൊരു യെല്ലോ കളറായിട്ട് വന്നു. പെയിന്റ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും കേട്ടോ. കുറച്ചിതും കൂടി ഇടട്ടെ. നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഹാർഡാണ് കേട്ടോ ഇത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഊബ്ലക്ക് നിങ്ങളെല്ലാവരും അറിയാമല്ലോ. നിങ്ങൾക്ക് ഊബ്ലക്ക് ഇത് പരന്ന പ്ലേറ്റാണ് വേസ്റ്റ്. കുറച്ച് പാടാണ് ഗൈസ് ഇത് മിക്സ് ചെയ്യാൻ. ഇത് കോൺഫ്ലവർ നമുക്ക് കൂടുതൽ വേണം. അല്ല ഗൈസ്, ഞാൻ ഈ പാക്കറ്റ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ, അത് തീർന്നു പോയി. അപ്പം ഞാൻ വേറെ പാക്കറ്റായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്ര ഇട്ടാൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം വീഡിയോ ഗൈസ്, ഇത് കട്ടിയായി വരുന്നുണ്ട് ഗൈസ്. ഊബ്ലക്കാവാറായി. എനിക്ക് തോന്നുന്നു ഊബ്ലക്കായെന്നാ തോന്നുന്നു. നല്ല ശക്തി വേണം ഗൈസ്. ശക്തി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് ഭയങ്കര കട്ടിയാണ് ഗൈസ്. തെറിച്ചു പോണു ഗൈസ്. കണ്ടോ ഗൈസ്, സ്ലൈമ് പോലെ ആയി ഗൈസ്. റെഡിയായി. ഇത് റെഡിയായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇടിച്ചു നോക്കിയല്ലോ. കറക്റ്റ് ഇതാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ കറക്റ്റ് ഊബ്ലക്ക്. ഇത് പെട്ടിയുടെ സൗണ്ട് അല്ല ഗൈസ്, ഈ ബോക്സിന്റെ സൗണ്ട് അല്ല. ഒരു ക്ലേയോ സ്ലൈമാണോ എന്ന് പോലെ എനിക്കറിയില്ല. ഇത് കട്ടായി ഇതാണ് ഗൈസ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഊബ്ലക്ക്. ബൈ ബൈ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കോൺഫ്ലവറാണ് മെയിൻ. ബൈ ബൈ.